ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഈ യൂട്യൂബ് ചാനലിൽ സെൽഫ് ലവിനെ പറ്റി ഒരു സംസാരം അതിൽ ഇട്ടത് കണ്ടു. ഒരു ചെറിയ പ്രഭാഷണം. അത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് സെൽഫ് ലവിനെ പറ്റി എനിക്കും കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു മനസ്സിൽ, അതിനെപ്പറ്റി പറയണം എന്ന് തോന്നിയത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക. പലപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഇത്രയും കാലത്തെ ലൈഫിനിടയ്ക്ക് നമ്മളെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിൽ നമ്മളെ ശ്രദ്ധിക്കാനോ സ്നേഹിക്കാനോ മറന്നുപോയിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നാട്ടുകാരുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നതിനിടയിൽ നമ്മളൊരിക്കൽ പോലും നമ്മളെ ശ്രദ്ധിക്കാൻ, നമ്മൾക്ക് നല്ല സന്തോഷം മനസ്സിന് കിട്ടുന്നുണ്ടോ, നമ്മൾ നല്ല വസ്ത്രങ്ങളാണോ ധരിക്കുന്നത്, നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ, നമ്മൾ നല്ല സന്തോഷകരമായ അവസ്ഥയിൽ കൂടിയാണോ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു തന്നെ പോയിട്ടുണ്ട്. കാരണം അങ്ങനെ ചിന്തിക്കാൻ ഉള്ളൊരവസ്ഥയിലായിരുന്നില്ല നമ്മളൊന്നും ജീവിച്ചിരുന്നത്. പിന്നെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥയിൽ തന്നെയായിരുന്നു നമ്മളൊക്കെ ജീവിതശൈലി. മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും കൂടുതലായിട്ട് അവർക്കത് ചെയ്തു കൊടുക്കാം, ഇത് ചെയ്തു കൊടുക്കാം. മക്കളാണെങ്കിലും ചെറിയ കുട്ടികളായ സമയം മുതൽ അവർ വളർന്ന് വലുതായി, എത്ര വലുതായാലും അവർ സ്വന്തം കാലിൽ നിൽക്കാനായാലും അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളായി കഴിഞ്ഞാൽ പോലും നമ്മൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് സമയമാകുമ്പോൾ അവരെ ജോലിക്ക് വിടണം, അവർ വരുമ്പോൾ വാതിൽ തുറക്കണം, അവർ ഉറങ്ങാൻ നോക്കുമ്പോൾ അത് ചെയ്യണം, അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കണം, അവർക്കത് ചെയ്യണം, അവർ പോകുമ്പം പിന്നെ യാത്ര പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടും ഭർത്താവ് ഭാര്യേനെ ആണെങ്കിലും ഭാര്യ ഭർത്താവിനെ ആണെങ്കിലും വീട്ടുകാരെ ആണെങ്കിലും ഒക്കെ നമ്മൾ അതൊക്കെ പോട്ടെ, നാട്ടുകാരെ ആണെങ്കിലും അടുത്ത വീട്ടുകാർ ശ്രദ്ധിക്കണം. അവർ എന്തെങ്കിലും ഇപ്പോൾ അവർ വന്നാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ വാതിൽ തുറന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും, അവർ വന്നപ്പോൾ അവരോട് നന്നായിട്ട് സംസാരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും. അതിനൊക്കെ വേണ്ടി നമ്മളുടെ പല കാര്യങ്ങളും മാറ്റി വെക്കുകയാണ്. അങ്ങനെ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ ജീവിച്ചു. പക്ഷേ ഈ ഒരു തലമുറയിൽ വന്ന കുട്ടികളുടെ ഒക്കെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെയും സ്നേഹിക്കണം, നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. വീട്ടിലിപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അമ്മമാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു പോർഷൻ മക്കൾക്ക് കൊടുക്കും. അവർക്കത് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് മക്കൾക്ക് കൊടുക്കും, ഭർത്താവിന് കൊടുക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് വീട്ടിലെ അമ്മ ഭാര്യ ഒക്കെ കഴിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം 4ആയി ഡിവൈഡ് ചെയ്ത്, 4ആളാണ് ഉള്ളതെങ്കിൽ 4ആൾ, 5ഓ 6ഓ ആണെങ്കിൽ അതിനനുസരിച്ച് അത്രയായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന വിധത്തിൽ, മക്കൾക്കും അമ്മക്കും അച്ഛനും ഒരേപോലെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം. അതുപോലെ എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങുമ്പം എനിക്കും നല്ല വസ്ത്രം, ഞാനും നല്ല വസ്ത്രം തന്നെ ധരിക്കുന്നു. എല്ലാവരും യാത്ര പോവുകയാണെങ്കിൽ എനിക്കും യാത്ര പോകണം, എല്ലാവരും സിനിമ കാണുകയാണെങ്കിൽ എനിക്കും സിനിമ കാണണം. എല്ലാവരും പോയിക്കോട്ടെ, സാരമില്ല, ഞാനിവിടെ സഹിച്ചും ക്ഷമിച്ചു നിന്നോളാം എന്നുള്ള ഒരു കുലസ്ത്രീ ചമയൽ ആയിരുന്നു കുറേ വർഷങ്ങളോളായിട്ട് നമ്മൾ സ്ത്രീകൾ ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പുരുഷന്മാർ സാക്രിഫൈസ് ചെയ്തിട്ടില്ല ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്. അച്ഛന്മാരൊക്കെ പലപ്പോഴും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും അവർക്ക് വേണ്ട ചെരുപ്പോ അവർക്ക് വേണ്ട പല പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത ആണുങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ അല്ലാതെ കുടിച്ച് അവനവൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം കള്ളു കുടിച്ചും എല്ലാം നശിപ്പിച്ചും വീട്ടിൽ വന്ന് ഭാര്യയെയും മക്കളെയും തല്ലിയിട്ടും ഒക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. നമ്മൾ ആരെയും കാണാതെ പോകരുത്. ഇങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ നമ്മളെ സ്നേഹിക്കാൻ മറന്നുപോയ ഒരു കാലത്ത് നിന്ന് ഇന്ന് ഒരു സെൽഫ് ലവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നു. ആ സെൽഫ് ലവ് ചിലപ്പം കുറച്ച് ഓവറായി പോകുന്നുണ്ടോ എന്നും സംശയമില്ലാതില്ല. ചില സ്ത്രീകൾക്ക് സെൽഫ് ലവ് കുറച്ച് കൂടിപ്പോയതിൻ്റെ ഇതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഓവറായിട്ട് അവരെ പറ്റി പറയുന്നതും അവരുടെ ഫോട്ടോസ് ഇടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അവർ സെൽഫ് ലവിൻ്റെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ അത് അവരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് അത് അവരുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ മറന്നു പോകരുത്, നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്കുള്ളത്ര സ്നേഹം മറ്റാർക്കും നമ്മളോട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും, ഫിസിക്കൽ മാത്രമല്ല നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം, നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്കാരുടെ അടുത്ത് നമ്മൾ കഴിയുന്നിടത്തോളം ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുക. കാരണം അവർ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അവർക്കൊരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് ഒരാഗ്രഹമില്ല.
നമ്മളെ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു ചെറിയൊരു വാക്ക് കൊണ്ടെങ്കിലും ഒരു കുത്തുവാക്ക് കൊണ്ടെങ്കിലും നമ്മളെ മനസ്സിനെ അവർ വേദനിപ്പിക്കുമ്പോൾ നമ്മളത് എത്രയോ കാലത്തോളം നമ്മളെ മനസ്സിനൊരു വേദനയായിട്ട് നിൽക്കും. അത് അവരറിയുന്നില്ല. അവരത് പറഞ്ഞു കഴിഞ്ഞു പോയി. അവർ വേറെ കാര്യങ്ങൾ ഏർപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇത് തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ട് നമ്മളെ മനസ്സിൻ്റെ വേദനയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ അംഗീകരിക്കാത്ത, നമ്മളെ സ്നേഹിക്കാത്ത, നമ്മൾക്ക് വില തരാത്ത ഒരു സ്ഥലത്തും നമ്മൾ വലിഞ്ഞു കയറി പോകേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അഭിമാനത്തോടെ മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം.